ക്ലൈമാക്സിനേക്കാൾ ത്രില്ലടിപ്പിക്കുന്ന മാറ്റങ്ങളാണ് അയൽ സംസ്ഥാനത്ത് നടക്കുന്നത്. അതെ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദളപതി യുഗം. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിയുടെ തമിഴക വെട്രിക്കഴകം ഉണ്ടാക്കിയ വിജയം ചരിത്രപരമാണ്. ദശകങ്ങളായി തമിഴ് മണ്ണ് ഭരിച്ചിരുന്ന ദ്രാവിഡ പാർട്ടികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ മുന്നേറ്റം. ആകെ 234 സീറ്റുകളിൽ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി. കേവല ഭൂരിപക്ഷത്തിനു വേണ്ട 118 സീറ്റുകൾ തികയ്ക്കാൻ 10 സീറ്റുകളുടെ കുറവുണ്ടെങ്കിലും മറ്റ് കക്ഷികളുടെ പിന്തുണയോടെ വിജയ് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. DMK സഖ്യം വിട്ട് കോൺഗ്രസ് വിജയിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ ട്വിസ്റ്റായി. 2026 മെയ് 7 വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആരാധകരും പ്രവർത്തകരും ചെന്നൈയിലേക്ക് ഒഴുകുകയാണ്. MGRന് ശേഷം സിനിമയിൽ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്ന മാസ് എൻട്രി കാണാൻ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നു. പരമ്പരാഗത രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വിജയുടെ വരവ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിലും സജീവമാണ്. ദളപതി എന്നറിയപ്പെട്ടിരുന്ന വിജയ് ഇനി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി CM ആയി മാറുമ്പോൾ അത് തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഭൂരിപക്ഷത്തിന് മറ്റു പാർട്ടികളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഭരണത്തിന്റെ വേഗതയെ ബാധിക്കുമോ എന്നതാണ് ഉയരുന്ന ഒരു പ്രധാന ചോദ്യം. എങ്കിലും സെക്യുലർ തമിഴ് നാഷണലിസം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ തമിഴ് മണ്ണിൽ ഒരു പുതിയ ചരിത്രം എഴുതപ്പെടുകയാണ്. ആരാധകർക്ക് ഇത് വെറും ഒരു സത്യപ്രതിജ്ഞയല്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ദളപതിയുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ റിലീസാണ്.